ഹലോ എവരിവൺ, വെൽക്കം ടു ഐഫർ എഡ്യൂക്കേഷൻ. ഈ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് 1 പൊളിറ്റിക്കൽ തിയറിയിലെ എക്കോളജിസം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഗയ ഹൈപ്പോത്തിസിസ്. അപ്പൊ എന്താണ് ഗയ ഹൈപ്പോത്തിസിസ് എന്ന് ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ഗൂഗിൾ ഫോം അവൈലബിൾ ആണ്. ഗൂഗിൾ ഫോം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഫില്ല് ചെയ്യുക. ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഐഫർ എഡ്യൂക്കേഷൻ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും. കോഴ്സിനെ കുറിച്ചും ഓഫേഴ്സിനെ കുറിച്ചും കോഴ്സിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ചും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എന്താണ് നിങ്ങൾക്ക് ഇൻഫോർമേഷൻ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പറഞ്ഞു തരുന്നതായിരിക്കും ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാൻ മിസ്സായിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യേണ്ടതാണ്. ഇനി നമുക്ക് എന്താണ് ഗയ ഹൈപ്പോസ് നോക്കാം. In Gaia, a new look at the life on Earth, James Lovelock developed the idea that the planet itself is alive and gave it the name Gaia. അപ്പം in Gaia, a new look at life on Earth എന്ന് പറയുന്ന പുസ്തകം ആരാണ്? ഇത് ജെയിംസ് ലവ്ലോക്ക് ആണ്. അപ്പം ഗയ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, അല്ലെങ്കിൽ ആ കോൺസെപ്റ്റ് ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ജെയിംസ് ലവ്ലോക്ക് ആണ്. ഇതാണ് ജെയിംസ് ലവ്ലോക്ക് കേട്ടോ. ജെയിംസ് ലവ്ലോക്ക് എന്ന് പറയുന്ന തിങ്കർ ആണ് എന്നുള്ളതാണ്. And he developed the idea that the planet itself is alive and gave it the name of Gaia after the Greek goddess of the earth. അപ്പം Gaia means Greek goddess of the earth ആണ്. Greek goddess of earth നെയാണ് എന്ത് Gaia എന്ന് വിളിക്കുന്നത്. അപ്പം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഭൂമി എന്ന് പറയുന്നത് എന്താണ്? ഒരു ജീവനുള്ള സംഭവമാണ് എന്നാണ് പറയുന്നത്. ഇറ്റ്സ് എ ലിവിങ് ബീങ്. The earth is a living being എന്നാണ് ഗയ ഹൈപ്പോത്തിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലവ്ലോക്ക് ഡിഫൈൻഡ് ഗയാസ് എർത്ത് ബയോസ്ഫിയർ, അറ്റ്മോസ്ഫിയർ, ഓഷൻ ആൻഡ് സോയിൽ ആൻഡ് ആർഗ്യൂ ദാറ്റ് ഗയ കോൺസ്റ്റിറ്റ്യൂട്ടിംഗ് എ ലിവിംഗ് ഓർഗാനിസം ദാറ്റ് ആക്ട്സ് ടു മെയിൻറ്റെയിൻ ഇറ്റ്സ് ഓൺ എക്സിസ്റ്റൻസ്. അതായത് മനുഷ്യന്മാരെ പോലെ അല്ലെങ്കിൽ ഒരു മൃഗങ്ങളെ പോലെ പക്ഷികളെ പോലെ ഭൂമിയും ഒരു ലിവിംഗ് ഓർഗാനിസം ആണ്, അല്ലെ ലിവിംഗ് ബീങ് ആണ്, ജീവനുള്ള സംഭവമാണെന്ത് ഭൂമി എന്ന് പറയുന്നത്. അപ്പം മനുഷ്യന്മാരെ പോലെ ഭൂമിയും എക്സിസ്റ്റ് ചെയ്യാനാണ്, സർവൈവ് ചെയ്യാനാണ്, ഈ ലോകത്ത് സർവൈവ് ചെയ്യാനാണ്, എക്സിസ്റ്റ് ചെയ്യാനാണ് ഭൂമിയും ശ്രമിക്കുന്നത്. ലവ്ലോക്ക് claimed this on the basis that the earth exhibits precisely the kind of self-regulating behavior that characterize other forms of life. അപ്പം മനുഷ്യന്മാരെ പോലെ മൃഗങ്ങളെ പോലെ പക്ഷികളെ പോലെ ഭൂമിയും എന്താണ്? they also exhibit certain സെൽഫ് റെഗുലേറ്റിംഗ് ബിഹേവിയർ എന്നുള്ളതാണ്. സെൽഫ് റെഗുലേറ്റിംഗ് ബിഹേവിയർ. അപ്പം ഈ ലോകത്ത് സർവൈവ് ചെയ്യാൻ വേണ്ടി, ഈ ലോകത്ത് എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടി അവരും ശ്രമിക്കുന്നു, അതായത് ഭൂമിയും ശ്രമിക്കുന്നു. ഓക്കെ, അതാണ് ഗയ ഹൈപ്പോത്തിസിസ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എർത്ത് ഈസ് എ ലിവിംഗ് ബീങ് എന്നുള്ളത്. എർത്ത് ഈസ് എ ലിവിംഗ് ഓർഗാനിസം, ലൈക്ക് എ ഓർഗാനിസം, ലൈക്ക് എ human, like humans, like animals, like birds. Earth is a living organism. Earth is also trying to survive, trying to exist in this world എന്നുള്ളതാണ്. അപ്പം അതാണ് ഗയ ഹൈപ്പോത്തിസിസ്. In his essay Man and Gaia, Lovelock warned that to destroy such a large chunk of the living ecosystem when we do not properly understand how it all works is like pulling apart the control system of a modern aircraft while in mid-flight. അപ്പം അദ്ദേഹം നമ്മൾ ഈ പ്രകൃതി അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കേണ്ട, എസ്പെഷ്യലി പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിന്റെ അനിവാര്യതയെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഡാമേജിങ് ദിസ് ലിവിംഗ് എക്കോസിസ്റ്റം ഈസ് ലൈക്ക് pulling apart the control system of a modern aircraft while in mid-flight. അപ്പൊ നമ്മൾ നമ്മുടെ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നു, പ്രകൃതിയെ ഡാമേജ് ചെയ്യുന്നു, നമ്മുടെ എക്കോസിസ്റ്റത്തെ ഡാമേജ് ചെയ്യുന്നു, നമ്മുടെ എക്കോസിസ്റ്റത്തെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു, ചൂഷണം ചെയ്യുന്നത് എന്താണ്? അത് എന്തിനോട് ഇക്വേറ്റ് ചെയ്യാണ്? പുള്ളിങ് അപ്പാർട്ട് ദ കൺട്രോൾ സിസ്റ്റം ഓഫ് എ മോഡേൺ എയർക്രാഫ്റ്റ് വൈൽ ഇൻ മിഡ് ഫ്ലൈറ്റ്. നമ്മളൊരു ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാണ്, നമ്മളൊരു വിമാനത്തിൽ യാത്ര ചെയ്യാണ്. അപ്പം ആ യാത്രക്കിടയിൽ ആരേലും അതിന്റെ എഞ്ചിൻ തകരാറ് സംഭവിക്കുകയാണ്, എഞ്ചിൻ ഡാമേജ് ചെയ്യാണ്. ആ ഒരു എയർക്രാഫ്റ്റിന്റെ അല്ലെങ്കിൽ ആ ഒരു ഫ്ലൈറ്റ്, ആ വിമാനത്തിന്റെ പ്ലെയിനിന്റെ എഞ്ചിൻ ഡാമേജ് ചെയ്യാണ്. ഡാമേജ് ചെയ്ത് എന്താ സംഭവിക്കുക? നമുക്ക് അത് പോവല്ലേ, നമ്മൾ ആ വിമാനം ആക്സിഡന്റ് ആവും അല്ലെ. അപ്പം സ്വാഭാവികമായിട്ട് എന്താണ്, അതിലുള്ള ആൾക്കാരൊക്കെ മരണപ്പെടും. മെജോറിറ്റി ഓഫ് ആൾക്കാർ, അല്ലെങ്കിൽ ചിലർ രക്ഷപ്പെടുമായിരിക്കും, പക്ഷെ മരണപ്പെടാനാണ് സാധ്യത. അപ്പൊ നമ്മുടെ എക്കോസിസ്റ്റത്തെ നമ്മൾ ഡാമേജ് ചെയ്യുന്ന എന്തിനോട് തുല്യമാണ്? ഒരു ഫ്ലൈറ്റ്, നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വിമാനത്തിന്റെ എഞ്ചിൻ ഡാമേജ് ചെയ്യുന്നതിന് തുല്യമാണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ലൈക്ക്
it is suicidal. Damaging our ecosystem is suicidal. It takes our life എന്നുള്ളതാണ്. Damaging our ecosystem takes our life എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. The idea of Gaia has developed into an ecological ideology that conveys the powerful message that human beings must respect the health of the planet and act to conserve its beauty and resources. അതായത് എന്ന് വെച്ചാൽ ഡാമേജ് ചെയ്യുന്ന എന്തിനാണ്? ഒരു സൂയിസൈഡിന് തുല്യമാണ്. അപ്പം ഡാമേജിങ് എക്കോസിസ്റ്റം ഈസ് ഈക്വൽ ടു ഡാമേജിങ് അവർ ലൈഫ്. Damaging our ecosystem, according to James Lovelock, damaging our ecosystem is equal to damaging our life. So നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ നമ്മുടെ പ്രകൃതിയെ, നമ്മുടെ ഭൂമിയെ പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ളതാണ്. We must respect as well as protect the health of our ecosystem എന്നുള്ളതാണ്. We must protect as well as respect the health of our ecosystem എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അപ്പം ഗയ എന്ന് പറയുന്ന അല്ലെ ഗയ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് എന്താണ്? ഗയ മീൻസ് ഗയ ഇസ് ദ നെയിം ഓഫ് ഗ്രീക്ക് ഗോഡസ്. ഗ്രീക്ക് ഗോഡസിന്റെ പേരാണ് ഗയ എന്ന് പറയുന്നത്. അപ്പം ഗയ ഹൈപ്പോത്തിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭൂമി, നമ്മുടെ ഭൂമി, എർത്ത് എന്ന് പറയുന്നത് ഒരു ലിവിങ് ഓർഗാനിസം ആണ്. മനുഷ്യന്മാരെ പോലെ, മൃഗങ്ങളെ പോലെ, പക്ഷികളെ പോലെ ഒരു ലിവിങ് ഓർഗാനിസം ആണെന്ത് എർത്ത് എന്ന് പറയുന്നത്, ഭൂമി എന്ന് പറയുന്നത്. അപ്പം ഭൂമിയും സർവൈവ് ചെയ്യാനാണ്, എക്സിസ്റ്റ് ചെയ്യാൻ, ഈ ലോകത്ത് സർവൈവ് ചെയ്യാനാണ്, എക്സിസ്റ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അപ്പം നമ്മുടെ ഭൂമിയെ, നമ്മുടെ പ്രകൃതിയെ ഡാമേജ് ചെയ്യുന്ന എന്തിനു തുല്യമാണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു ഡാമേജിങ് അവർ ലൈഫ്. ഇറ്റ് ഈസ് ഈക്വൽ ടു ഡാമേജിങ് അവർ ലൈഫ്. അല്ലെങ്കിൽ ഇറ്റ് ഈസ് സൂയിസൈഡൽ. അപ്പം നമ്മൾ പ്രകൃതിയെ ഡാമേജ് ചെയ്താൽ അത് അല്ലാസ് നമ്മളെ തന്നെയാണ് ബാധിക്കുന്നത്, നമ്മുടെ ജീവനെ തന്നെയാണ് അത് ബാധിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മളെ പ്രകൃതിയെ, നമ്മുടെ എക്കോസിസ്റ്റം, നമ്മുടെ ഭൂമിയെ എല്ലാം എന്താണ് നമ്മൾ റെസ്പെക്ട് ചെയ്യണം, അതിനെ പ്രൊട്ടക്ട് ചെയ്യണം എന്നാണ് ജെയിംസ് ലവ്ലോക്ക് ഈ ഗയ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്ന കോൺസെപ്റ്റിലൂടെ പറയുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് ഗയ ഹൈപ്പോത്തിസിസ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. യൂണിറ്റ് 1 പൊളിറ്റിക്കൽ തിയറി, പൊളിറ്റിക്കൽ തിയറിയിലെ എക്കോളജിസം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഗയ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരും ഈ ടോപ്പിക്ക് അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഇതുപോലുള്ള ഇമ്പോർട്ടന്റ് ടോപ്പിക്സുമായിട്ട്, ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ്സുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ഫ്രം എഫ്രി എഡ്യൂക്കേഷൻ.